ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും കുറച്ചും കൂടെ നന്നായിട്ട് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്താ ബോഡിക്കൊക്കെ എന്താ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 3 തരത്തിലുള്ള സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിലേക്ക് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സുവിന എന്നാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇതുപോലെ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റോസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കുഞ്ഞ് 10 റോസ് ഉണ്ടാവും, അത്രമാത്രം. എൻ്റെ കൈ കൊണ്ട് ഒരു പിടി. ഇപ്പം ഞാൻ നന്നായി മിക്സിയിലിട്ട് റോസ് വാട്ടർ ചേർത്തിട്ട് ഒരു തുള്ളി മാത്രം ഇട്ടിട്ട് അരച്ച് എടുത്തേക്കാണ്. ഇത് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തുളസിയാണ്. തുളസി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്തത്. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്, അത് കാരണം കൊണ്ടാണ്. ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാ രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇത് പെട്ടെന്ന് സെറ്റായി പോവും, പെട്ടെന്ന് ഡ്രൈ ആവും. അത് കാരണം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളിനി ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് തിളയ്ക്കാറാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ സോപ്പ് ബേസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കളർ കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് ബേസ് വൈറ്റ് വാങ്ങാൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, നല്ല രസമാണ്. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കണ്ടോ, വെള്ളമായിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ബാക്കി ഉള്ള നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സോപ്പിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, അതിനെക്കാട്ടിയും കൂടുതലായി പോവരുത് വെള്ളം. ഓക്കെ, അത് ഏകദേശം ഒരേ കൺസിസ്റ്റൻസിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അത് സെറ്റായി വരുമ്പോഴത്തേനും ഉണങ്ങില്ല. അതായത് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ അത് പ്ലിങ്ങി പോവും. അപ്പോൾ അതുപോലെയാവും. അത് കാരണം കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ ആ സോപ്പ് മിക്സിൻ്റെ അത്രയ്ക്കും തന്നെ ആ സംഭവം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മോൾഡിനായിട്ട് ഞാനിതിപ്പോൾ വീട്ടിൽ വാങ്ങുന്ന ഈ കറിയൊക്കെ വാങ്ങാൻ വെക്കുന്ന പാത്രമാണ്. പിന്നെ ഇത് നമ്മുടെ കുപ്പിയുടെ ബാക്ക് ഭാഗം മുറിച്ചതാണ്. ഇത് ഐസ്ക്രീമിൻ്റെ മൂടിയാണ്. അങ്ങനെ ഞാൻ 3 എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ നെയ്യാണ്, വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഫുഡ് കളറ് മുൾട്ടാണി മിട്ടിയിലും റോസ് ആഡ് ചെയ്തതിലേക്കും ഞാനൊന്ന് 2 തുള്ളി ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് നല്ല കളറാണല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ഒരു കളറ്, നമ്മുടെ രാധാസിൻ്റെ ഒക്കെ ഒരു കളർ വരും മുൾട്ടാണി മിട്ടിയിൽ നമ്മുടെ ഈ ഫുഡ് കളറൊന്ന് ആഡ് ചെയ്യുമ്പോൾ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ആഡ് ചെയ്തത്. ഇത് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് മിക്സ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇതിന് ശരിക്കും ഒരു പിയേഴ്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, ഒരു കഷായ സോപ്പൊക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ 2 തുള്ളി ഇട്ടിട്ടുണ്ട്. തുളസിയുടെ അതിൽ മാത്രം ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ അതേ സ്മെല്ല് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഒരു 3/4 ഭാഗം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ബാക്കി ഞാൻ ബാക്കിയുള്ള റോസിൻ്റെ പെറ്റൽസൊക്കെ ഞാൻ അതിനകത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 തന്നെ ഈ മുൾട്ടാണി മിട്ടിയുടെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആ പത പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ പത മേലെ നിൽക്കുന്നതൊന്ന് പോയി കിട്ടിക്കോളും. ഇനി അടുത്തത് ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ മുടിയില്ലേ അതിനകത്ത് ഓൾമോസ്റ്റ് ഞാൻ നിറച്ചുമാക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചു. 3 കുറച്ചേശ്ശെ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെക്കാം കേട്ടോ, ഒരു 2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ സെറ്റാവും. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഇത് ആ മൂടി ഫുള്ളും ഫില്ലാക്കി വെച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ പൊളിച്ച് കളഞ്ഞത്. കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറിൽ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായി പത കിട്ടും. നമ്മൾ അതായത് ഈ ചന്ദ്രിക സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അതുപോലെ നന്നായിട്ട് പതയുന്ന ഒരിതാണ്. പിന്നെ ഇതിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ കണ്ടില്ലേ, അത് ആ ഒരു നല്ലതായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഒത്തിരി ഡ്രൈ ആവുന്നില്ല, നല്ല സൂപ്പറായിട്ടിരിക്കും. ഞാൻ മുന്നത്തെ ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുൾട്ടാണി മിട്ടിയുടെ. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ആ പൊടിയൊക്കെ അടിയിൽ അടിഞ്ഞതുകൊണ്ടാണ് ബാക്ക് വശം അങ്ങനെ. ഫ്രണ്ട് വശം ശരിക്കും ആ രാധാസ് സോപ്പിൻ്റെ ആ കളർ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതാണ് ഞാൻ മുന്നേ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത്. കണ്ടോ, ഇത് ഞാൻ നമ്മൾ ഓണസദ്യയിലൊക്കെ പായസം വാങ്ങി കിട്ടുന്ന എന്താ ഗ്ലാസ്സിൽ അതിനകത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മുന്നേ ഉണ്ടാക്കിയതിലത്തെ ബാക്കിയുള്ള ഒരെണ്ണമാണ് ഇത്. അത് ബ്രൗൺ കളറായിട്ട് വെക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ തുളസി തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചിട്ടുള്ളതായിരുന്നു. ഇത് റോസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിൻ്റെ ചാറടക്കം വെക്കുമ്പോഴത്തേനും ഈ കളറാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 എണ്ണം മാത്രമല്ല ബാക്കിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിച്ച് തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.